ഇന്നെന്താ ഉണ്ടാക്കാൻ പോണ്? നമുക്കിന്നേ ഈ മൈദ മാവും തേങ്ങയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി തേങ്ങാ ബോലി എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് നന്നായിട്ട് കുഴച്ച് വെക്കാം. ഞാൻ അതിന് വേണ്ടി ഇവിടെ 1.5 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൽ കൊട്ടി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ബോളി മഞ്ഞ കളറിലല്ലേ ഉണ്ടാവുക, അപ്പം നമുക്ക് കളർ പൊടിയൊന്നും ഇടണ്ട. അപ്പം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കളർ ഉണ്ടായിക്കോളും. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം പാടെ മാവിലൊന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ, അല്ലെങ്കിൽ അവിടെ ഇവിടെയുമായിട്ടിരിക്കും. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാവും പാടെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. അപ്പം നമുക്ക് വെള്ളം കൂടാതെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഈ രീതിക്ക് വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. ഇത് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിയിരിക്കുന്നതൊക്കെ അങ്ങ് മാവിൽ തന്നെ കൂടിക്കോളും. നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ മുഴുവൻ ഈ മാവ് തന്നെ കുടിച്ച്, കണ്ടില്ലേ? നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിയിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, കയ്യിലൊന്നും ഒട്ടിയിട്ടില്ല. ഒക്കെ ആ മാവ് തന്നെ വലിച്ചെടുത്ത് നമ്മുടെ കയ്യിലിരുന്ന മാവും കൂടി ഈ പരുവത്തിലാണ് കുഴയ്ക്കുക കേട്ടോ. ഇങ്ങനെ നല്ല ലൂസായിട്ടില്ലമ്മ. നല്ല ലൂസായിട്ട് കുഴയ്ക്കുക. ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഇതിൽ ഒഴിച്ച് ഇനി ബാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലുണ്ട്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇതിലിരുന്ന് ഇങ്ങനെ ഒരു 2 മണിക്കൂർ ഇങ്ങനെ ഈ എണ്ണയിലേ ഇരുന്ന് കുതിർന്ന് വരട്ടിട്ടാ നമുക്കിനി ഇത് മൂടി വെച്ച് കൊടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള തേങ്ങ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു ചട്ടിയിൽ 1 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തരിച്ചിട്ടെടുക്കാം. കരടുകളുണ്ടോ എന്ന് നോക്കട്ടോ. തരിച്ചിട്ട് ഒഴിക്കാം. കരട് എന്തെങ്കിലും ഉണ്ടെങ്കിലേ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ല, എന്നാലും ഒന്ന് തരിച്ചെന്ന് മാത്രം. ഇപ്പം ഇത് ഒന്നുകൂടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരയിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇത് നമ്മൾ തേങ്ങയും ശർക്കരയും മാത്രം വേവിച്ചിടുന്നതിനേക്കാളും നല്ല രസം ഉണ്ടാവും പരിപ്പും കൂടി വേവിച്ചിടുമ്പോൾ. ഇതേപോലെ എല്ലാവരും ചെയ്താൽ മതി കേട്ടോ. പരിപ്പ് ഞാൻ വേവിച്ച് കൊണ്ടുവന്നതാണ്. ഇനി നമ്മളിട്ട പരിപ്പൊക്കെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വരണം കേട്ടോ. ഒന്നുകൂടി ശർക്കരയില കിടന്ന് നന്നായിട്ട് വേകണം. ഇത് ഇപ്പം തന്നെ ഉടയുന്നുണ്ട്, എന്നാലും ശർക്കരയില ഒന്നുകൂടി കിടന്ന് വെന്ത് ഉടയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. ഒന്ന് വറ്റിച്ച് നമുക്ക് കട്ടിയാക്കിയിട്ട് എടുക്കാം. ഇപ്പം ഇത് കണ്ടില്ലേ, നന്നായിട്ട് വറ്റി കട്ടിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്നുകൂടി ഇളക്കി മിക്സാക്കി എടുക്കാം. നെയ്യും ഏലക്കപ്പൊടിയൊക്കെ ഒന്ന് മിക്സായി വരട്ടെ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിനി ഇറക്കി വെക്കാം. ഇതിനി ഇവിടെ ഇരുന്നിട്ടൊന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് പരത്തിയെടുക്കാൻ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ തേങ്ങ മിക്സ് ചൂടാറി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഉരുട്ടി വേണം എടുക്കാൻ. കണ്ടില്ലേ, ഇതേപോലെ നമുക്കിതിൽ ഉരുട്ടി വെക്കാം.
അങ്ങനെ നമ്മുടെ തേങ്ങ മിക്സ് എല്ലാതും ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് കണ്ടില്ലേ, ഇതേപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് കൊണ്ട് ബോളി ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് ഈ ഇലയിലൊന്ന് നമ്മൾ മാവിൽ ഒഴിച്ചു കൊടുത്ത എണ്ണ തന്നെ ലേശം ഇതാ കയ്യിലെടുത്തിട്ട് ഇതിലിങ്ങ് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഇന്ന് കുറച്ചങ്ങോട്ട് എടുത്തിട്ട് ഈ മാവ് ഈ ഇലയിലങ്ങ് വെച്ച് കൊടുക്കുക. വെച്ചിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ എണ്ണയിൽ ഇത് എത്ര സമയം കിടന്ന് ഊറണോ അത്രയും നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇങ്ങനെ നമ്മൾ പരത്തുമ്പോൾ പൊട്ടത്തൊന്നുമില്ല. ഇനി നമ്മൾ ഉരുട്ടി വെച്ച ഒരു ഉരുള ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പൊതിഞ്ഞെടുക്കണം ഈ ഉരുള വെച്ചിട്ട്. കണ്ടില്ലേ, നല്ല പോലെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഈ ഉരുള വെച്ചിട്ട് ഒന്നുകൂടി നമുക്ക് പരത്തിയെടുക്കണം. നല്ല റൗണ്ടിൽ നൈസായിട്ട് വേണം പരത്താൻ കേട്ടോ മക്കളെ. നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ കളർ കാണുന്നൊന്നും ഒന്നും വിചാരിക്കൊന്നും വേണ്ട കേട്ടോ, അതൊക്കെ കുഴപ്പമില്ലാതെ വരും. എത്ര നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രയ്ക്ക് നൈസായിട്ട് വേണം ഇത് പരത്താൻ. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ കുതിരാൻ വെച്ച മാവിൻ്റെ എണ്ണ തന്നെ ഇതിൽ കുറച്ച് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പരത്തി വെച്ചത് ഇലയോടെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇല ഒന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് ഇല എടുക്കാം. ഈ സൈഡൊക്കെ ഒന്ന് കട്ടിയായി വരട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് ഇല എടുത്ത് മാറ്റാം. ഇപ്പോൾ ഒരു സൈഡ് ഇത് ചൂടായി വന്നിട്ടുണ്ടാവാം. ഇപ്പം നമുക്ക് ഈ ഇല ഒന്ന് മെല്ലെ ഇളക്കിയെടുക്കാം. ഇല വരുന്ന കണ്ടില്ലേ? ആ, ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശത്ത് കണ്ടില്ലേ നല്ല വെന്ത്. ഇത് അധിക സമയമൊന്നും വേണ്ട അങ്ങോട്ട് മക്കളെ, വേവിച്ചെടുക്കാൻ പെട്ടെന്ന് വെന്ത് വരും. ഇപ്പം നമ്മുടെ ബോളിയുടെ രണ്ട് സൈഡും വെന്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ മക്കളെ പൊള്ളി വരുന്നത്. ഇനി നമുക്കിത് എടുക്കാം. അങ്ങനെ എല്ലാതും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം മറ്റേ വശം കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി അഥവാ ഇലയിൽ നിന്ന് എടുത്താൽ നിങ്ങൾക്ക് കിട്ടണില്ലെങ്കിൽ നേരെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഇല ഒന്ന് ചൂടാക്കുക. ഇതിനിപ്പോൾ ഇല നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി മറിച്ചിടുക. ഇനി നമ്മൾ ഈ ഇല വലിച്ചെടുക്കുമ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ വരും, കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ പരിപാടി. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ കളർ വന്ന അപ്പം തന്നെ നമുക്ക് എടുക്കട്ടെ മക്കളെ. ഇതിൽ വലിയ വേവൊന്നും വേണ്ട. പിന്നെ ചട്ടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി നെയ്യ് പുരട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒറ്റ പ്രാവശ്യമേ പുരട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ പിന്നെ നെയ്യ് പുരട്ടിയിട്ടില്ല, ഒന്നും പുരട്ടിയിട്ടില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. ഒന്നുകൂടി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ ആ കളർ വന്ന സ്ഥലമും മാവ് കണ്ടില്ലേ ഇരിക്കണത്? അത് പൊട്ടിപ്പോകുന്നൊന്നും പേടിക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇത് എടുക്കാം. എല്ലാതും ഇതേപോലെ നമുക്ക് വേവിച്ചെടുക്കാം. അതിന് നമ്മുടെ എല്ലാ ബോളികളും ചുട്ടെടുത്ത് കഴിഞ്ഞ് കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? നമ്മൾ ഇതൊന്നും എടുത്ത് മുറിച്ച് നോക്കാം. അയ്യ കണ്ടില്ലേ? എന്താ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലുള്ള മസാലകൾ? ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ആ, നല്ല സൂപ്പർ കേട്ടോ. പരിപ്പും കൂടി ആയപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട് മക്കളെ. ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.